പ്രിയ സഹോദരികളെ, ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അതായത് ദൈവവും സാത്താനും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് ഒരു രൂപമേ ഉള്ളൂ. സാത്താൻ ഏതെല്ലാം വേഷം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? അത് ചെറിയ പറഞ്ഞുതരാം. അതായത് ഈ സാത്താൻ സേവ എന്ന് പറഞ്ഞാൽ, അതായത് കടമറ്റത്ത് കത്തലാറ് അദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ വന്നു, അതൊക്കെ പോട്ടെ. അല്ലാതെ തന്നെ പല മന്ത്രവാദികളും അവരുടേതായ ഓരോ ജിന്നുകളെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കും. അതൊന്നും ദൈവികമല്ല, സാത്താന്മാരാണ്. അതായത് അടൂരെന്ന് പറഞ്ഞാൽ അടൂര് ഏറ്റവും വലിയ സാത്താൻ സേവ നടത്തുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. അത് എൻ്റെ സ്വമേധയല്ല, എൻ്റെ ഒരാവശ്യത്തിന് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ അമ്മാച്ച കൊണ്ടുപോയതാണ്. കടമറ്റത്തൻ്റെ സേവയുള്ളൊരു മനുഷ്യർ അവിടെ ചെന്ന് കണ്ടപ്പോഴേക്ക് മനസ്സിലായി ഇത് കളിപ്പീരാണെന്നും. അതുപോട്ടെ, അത് കഴിഞ്ഞിട്ടും പിന്നെയും അത് കടമറ്റത്തിൻ്റെ സേവ. അത് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, കൊച്ചൂട്ടി വൈദ്യൻ. ആ മനുഷ്യൻ നല്ല മനുഷ്യൻ. നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ. പക്ഷെങ്കിൽ പുള്ളിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പുള്ളി നിമിഷ നേരം കൊണ്ട് സാമ്പ്രാണി കത്തിച്ച് ആ പുകയെടുത്തിട്ട് ഉടനെ ആള് മാറി തമിഴിലെ പിന്നെ സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നുള്ളതാണ്. ആ മനുഷ്യൻ മരിച്ചുപോയി. ഇവർക്കുള്ള ദോഷമെന്ന് പറഞ്ഞാൽ കുടുംബജീവിതമില്ല. കാണുന്നത് പോയി ജീവിച്ചു കൊടുക്കുക. അദ്ദേഹം വളരെ മിടുക്കനായ ഒരു മനുഷ്യനായിരുന്നു. അവിടെ അടൂരെന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദ കേന്ദ്രമാണല്ലോ. അവിടെ ആ മനുഷ്യൻ ഒരു മുസ്ലിം ഒരു പയ്യനെ തിരുമ്മി ശരിയാകാഞ്ഞിട്ട് ഈ മനുഷ്യൻ പോയി തിരുമ്മി ശരിയാക്കി തിരിച്ച് വീട്ടോട്ട് വരുമ്പോൾ എടുത്തടിച്ച് നിലത്ത് വീണു. അദ്ദേഹത്തിന് ഒരു ഉദ്ദേശവും ഇല്ലാതെ ഇങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന്. ഞാൻ ആരെ കാണാൻ ചെല്ലുമ്പോൾ അയാൾ കിടക്കുക. പക്ഷെ ആൾ എൻ്റെ കൂടെ വന്നു. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഒന്നും കാണാതെ നടക്കുന്ന ദരിദ്രവാസിയാണെന്ന്. ലോകത്തിൻ്റെ എല്ലാ വക്രതകളും കണ്ടും കേട്ടും മനസ്സിലാക്കി ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പറഞ്ഞുതരാം. ഇന്നും ജീവനോട് പറ്റുകൊണ്ട് ഞാൻ സഹായിച്ചവരല്ലാതെ ഈ മനുഷ്യരെ കൊണ്ട് സഹായിച്ചവര് അവർക്ക് ഇന്ന് കണ്ടാ നോക്കത്തില്ല. എല്ലാവരും കൊമ്പത്ത. അവിടുന്ന് നീ താഴെ വരുന്ന ഒരു സമയം ഉണ്ടാകും, അന്ന് ഞാൻ കണ്ടോളാം. സാരമില്ല, ഞാൻ പറഞ്ഞത് നിസാരം. സാത്താൻ പല വേഷത്തിൽ വരും.
പല ഭാഷയിൽ സംസാരിക്കും. നിങ്ങൾക്കറിയാമേറ്റാ, നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല. ലോകത്തിൽ വക്രത ഒരു വിധത്തിലല്ല, പല വിധത്തിലെന്ന് പറഞ്ഞു. ഓരോ സാത്താൻ്റെ പ്രവർത്തനം പല വിധത്തിലാണ്, പല ഭാഷയിലാണ്, പല രൂപത്തിലാണ്. തമിഴിനുണ്ട്, തെലുങ്കിനുണ്ട്, ഏതെല്ലാം ജാതി ഉണ്ടെങ്കിലും, അതായത് ബ്രാഹ്മണരെ കുടച്ചക്രം എല്ലാം ഉണ്ട് അതിനകത്ത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മക്കളെ, ജീവിതത്തിൽ നമ്മൾ ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല ഇന്നത്തെ കാലത്ത്. കാരണം നിങ്ങൾക്കറിയാമെങ്കിൽ ഞാനൊരു നിസ്സാര മനുഷ്യനാണ്. 3-4 ഫിലിമിലൊക്കെ ആക്ട് ചെയ്തു. PG വിശ്വംഭരൻ്റെ ഫിലിമിൽ ബാബു ആൻ്റണിയുടെ കൂടെ ദാദായിൽ വരെ ആക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉർമിള ഉണ്ണികൃഷ്ണൻ്റെ അപ്പനായിട്ട് കുടുംബിനിക്കകത്ത് ഞാൻ ആക്ട് ചെയ്തു. രാജൻ ബി ദേവിൻ്റെ അച്ഛൻ്റെ കൊച്ചുവാവയ്ക്കകത്ത് ഞാൻ ആക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മക്കളെ, ഇതൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. ഈ പോയ സ്ഥലത്തെല്ലാം ഓരോന്നും പഠിക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ പരമല പള്ളി പോയി വരുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ. ഉടനെ പരമല ഇന്ന സ്ഥലത്ത് വരണം, അവിടെ ഒരു ഫിലിം ഷൂട്ടിങ് നടക്കുക. ആരാ? രവി ആലമ്പുഴൻ, ലോകത്തിന് ബ്രഹ്മവച്ചവൻ, ഇതുപോലെ നേരുന്നറിയില്ലാത്ത ഒരു മനുഷ്യൻ. പക്ഷെങ്കിൽ ഭയങ്കര സ്മാർട്ടാണ്. നിമിഷ നേരം കൊണ്ട് ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ഓരോ സ്ക്രിപ്റ്റ് എടുക്കും. പക്ഷെങ്കിൽ അവന് നന്മയില്ല, അതായത് ഗുരുത്വമില്ല. അവിടെ ഷൂട്ടിങ്ങിൽ ചെന്നിട്ട് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് അവൻ്റെ കൂട്ടുകാരൻ, അവൻ നേരത്തെ ഒരു സീരിയൽ പിടിച്ചതാ. അവൻ്റെ കൂട്ടുകാരൻ ഡയറക്ടർ, അവൻ്റെ പേര് രവി അല്ലല്ലല്ല നില്ലേ, അതായത് അവൻ്റെ പേര് ട്രിവാൻഡ്രത്തിൻ്റെ പേരോട് കൂടിയ ഒരു പേരവൻ്റെ. അവൻ എന്നെ കൈക്കിട്ടുകൊണ്ട് ഈ കൂട്ടുകാരൻ അവനെ വിളിച്ചു വരുത്തിയിട്ട് ഹോട്ടലിരുന്നിട്ട് എന്നെ കൊണ്ട് അവിടെ ചെന്നപ്പോൾ എന്തുവാ, ഇനിയും ഞാൻ പറഞ്ഞുതരാം. ശ്രീലേഖ IPS, അവള് ഏഷ്യാനെറ്റ് എന്തോ ഒരു ഉപകാരം ചെയ്തിൻ്റെ ഉപകാരമായിട്ട് അവരൊരു ഫണ്ടഡ് പ്രോഗ്രാം അവൾക്ക് കൊടുത്തു. അവക്കെടുക്കാനൊക്കത്തില്ല. അവിടെ എടുത്തതാരാ? ആലപ്പുഴ നേരത്തെ SP നടരാജൻ. അവൻ ട്രിവാൻഡ്രത്ത്. അവനാണ് പറഞ്ഞുതരാം. ചെങ്ങന്നൂർ MLA ശോഭന ജോർജ് മയക്കുമരുന്ന് കഴിച്ചിട്ട് അവളെ
അറസ്റ്റ് ചെയ്ത് അവളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ മനുഷ്യനാണ് ഈ SP നടരാജൻ. അവനെയൊക്കെ നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൻ്റെ അനന്തരവൻ്റെ പേരിൽ ഈ ഫണ്ടൽ പ്രോഗ്രാമിച്ചു. അത് ആദ്യം ആരെയും ഏൽപ്പിച്ചു, അത് ശരിയായില്ല. അനന്തപുരി അവൻ, അതായത് ഞാൻ പറഞ്ഞ ഡയറക്ടർ സതീഷ് അനന്തപുരി, അവിടെ ഉടനെ ഏഷ്യാനെറ്റ് പറഞ്ഞ് ശരിയാകത്തില്ല. ഉടനെ ഇവരെല്ലാം കൂടി സതീഷ് അനന്തപുരിയെ വിളിച്ച് കാര്യം ഏൽപ്പിച്ചു. അവൻ അതുമായിട്ടാണ് പരുമലയിൽ വന്നത്. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കാശ് മുടക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റിലല്ല. അപ്പോൾ എന്നോട് ഇത്ര എപ്പിസോഡ് എടുക്കുമ്പോൾ ഒരു എപ്പിസോഡിന് ഇത്ര 1000 രൂപ നിങ്ങൾക്ക് കിട്ടും. ആ എഗ്രിമെൻ്റ് വരെ എഴുതിയിരിച്ചു തന്നു. പോട്ടെ, അത് ഞാനെടുത്തു. SP നടരാജനും പോയി. അത് എൻ്റെ കർമ്മദോഷമെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്നെ നശിപ്പിക്കാൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുത്തരുണ്ടായിരുന്നു, എൻ്റെ ഇളയ മരുമകൻ. ആ ദരിദ്രവാസി എന്നെ നശിപ്പിച്ച് ഇവിടെ കയറി താമസിക്കാൻ നോക്കിയതാ. എൻ്റെ ഭാര്യയെ ഗൾഫിൽ പറഞ്ഞു വിട്ടു. ഞാനിവിടെ വരുമ്പോൾ, ഷൂട്ടിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭാര്യയെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക പെട്ടിയല്ല. കാരണം പറഞ്ഞാൽ ഞാൻ കള്ളു കുടിക്കുമെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. എവിടെ പോയി അപ്പോഴും എനിക്ക് സംശയം തോന്നിയില്ല. ഞാൻ അല്പസമയം കഴിഞ്ഞ് കാറെടുത്ത് ജംഗ്ഷൻ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നു. ഇവിടെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പോഴും എനിക്ക് സംശയമില്ല. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നു. കാരണം എനിക്ക് ആരെയും ഒന്നിനും സംശയമില്ല. ഞാൻ ആരോടും വക്രത കാണിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് സംശയവുമില്ല. എന്നിട്ട് അപ്പോൾ ഞാൻ എവിടെ ആഹാരം കഴിക്കുന്നത്? വീട്ടിൽ ഞാൻ തന്നെ. ഇളയ മകളുടെ അടുത്ത്. ഇളയ മകളുടെ ഭർത്താവ് ദരിദ്രവാസി കൈവറ മോനാ ഈ ഏർപ്പാട് മുഴുവൻ, ഈ എന്നെ നശിപ്പിച്ചത് മുഴുവൻ അവനാ. അവൻ്റെ വീട്ടിലാണ് ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അല്പ ആഹാരം കഴിക്കും. അവൻ എന്നോട് പറയാ, പപ്പ മമ്മി ഇനി ഇങ്ങോട്ട് വരുന്നില്ല, എവിടെയെങ്കിലും അനാഥാലയത്തിൽ പോയി താമസിക്കുകയുള്ളൂ എന്ന്. കേട്ട ചങ്ക് പൊടിഞ്ഞു. സാരമില്ല. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പം ഇവൻ എന്നോട് പറയാ, പപ്പ നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം, കാറിങ്ങോട്ട് വേണം, മോനെ എടുത്തോണ്ട് പോക്കോ. ഇവൻ രാവിലെ വണ്ടി എടുത്തോണ്ട് പോയി. കൈവറ മോൻ ആ പോയി വൈകിട്ട് വണ്ടി കൊണ്ട് തന്നു. അന്ന് രാത്രിയിൽ എനിക്ക് ടെലിഫോൺ വരുന്നു എൻ്റെ ഭാര്യയുടെ. ആ വാക്കുകളൊന്നും ഞാൻ ഇപ്പം പുറത്ത് പറയുന്നില്ല. അവൾ ഗൾഫിൽ. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെ എന്തൊക്കെ കളിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ അവളോട് ചോദിച്ചു, മക്കളെ നീ എങ്ങനെ അവിടെ എത്തി? അതൊന്നും പറഞ്ഞില്ല. 3 മാസം കഴിയാതെ ഞാൻ ഈ നാട്ടിലോട്ടില്ല.
ഓ വെരി ഗുഡ്. ഈ നെല്ലുവാസി മനുവൻ വിചാരിച്ചത്, കൽവറവൻ വിചാരിച്ചത് ഞാൻ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചല്ല സ്കൂട്ടർ ഓടിച്ച് എവിടെയെങ്കിലും പോയി ചാവും, അവൻ ഇവിടെ കയറി താമസിക്കാം. അവൻ്റെ ആഗ്രഹം സാധിച്ചോ? എന്നിട്ട് അവൻ എൻ്റെ കാലും തലയും തല്ലി പൊട്ടിച്ചു. എന്നിട്ട് സാധിച്ചോ? ഇല്ല. എന്നെ അങ്ങനെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ആരും ഒന്നും ദ്രോഹിക്കാനൊക്കത്തില്ല. അവിടുന്ന് എൻ്റെ കൂട്ടുകാർ വന്നു. ഇവിടെ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഒരു പയ്യൻ താമസിച്ചു. എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. ഒരു കാർട്ടൂൺ ബിയർ മേടിച്ച് തണുത്ത് മേടിച്ച് ഇവിടെ കൊണ്ടുവച്ച് കുടിച്ചു. എനിക്കറിയാം ചിക്കൻ ബോക്സ് വന്നാൽ ഉള്ളിൽ ഒതുങ്ങാതിരിക്കാൻ പുറത്ത് വരണം. ബിയർ കുടിച്ചു. ഒടുവിലെ ഞാൻ ഉഷാ നഴ്സിംഗ് ഹോമിൽ പോയി അഡ്മിറ്റായി. കാരണം എനിക്ക് ചിക്കൻ ബോക്സിൻ്റെ കാരണം കൊണ്ടല്ല, ചിക്കൻ ബോക്സ് മാറി, പക്ഷേ എനിക്ക് ക്ഷീണം കൊണ്ട് അവിടെ പോയി അഡ്മിറ്റായി. അവരെ ചില ചികിത്സയൊക്കെ തന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എനിക്ക് പോന്നു. ചിക്കൻ ബോക്സ് വന്നെന്നറിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയെ ഗൾഫിൽ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, പപ്പ പേടിക്കണ്ട, ഞാൻ ഉടനെ വരും. പപ്പായെ ഇവിടെ കൊണ്ടുപോയാലും ചികിത്സിച്ച് നേരെയാക്കും ഞാൻ വിതിൻ നോ ടൈം അടുത്ത ഫ്ലൈറ്റിൽ അവൾ ഇവിടെ കേരളത്തിൽ വന്നു. അപ്പോഴും എൻ്റെ മോൾ ആ കാറെ കൊണ്ടുവന്നത്. അവളും അവിടെ ഡ്രൈവറും കൂടെ എന്നോടൊരു കസർത്ത്. എന്തുവാ ഈ എന്തുവാ ചിന്തിക്കുന്നത് എന്നോടോ? മക്കളെ നീയൊക്കെ അനുഭവിക്കാതിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഭാര്യ വന്നു, ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ട് പടിഞ്ഞാറൊരു പള്ളി പോയി. ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. കാരണം അവൾക്കും ചിക്കൻ ബോക്സ് പിടിക്കാൻ പാടില്ലല്ലോ. എൻ്റെ ചിക്കൻ ബോക്സ് മാറി വരുന്നുണ്ട്. എല്ലാം ശരിയായി. മക്കളെ, ക്ഷുദ്രവേല, സാത്താൻ്റെ വേല, അത് കഠിനമാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവൻ ഇന്നത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അവൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാല് മക്കളെ, എന്നെ കളിപ്പിച്ച് ഒരു മനുഷ്യനും എങ്ങും പോകത്തില്ല. എൻ്റെ മരുമോൻ എൻ്റെ കാശ് വഹിച്ചു പറഞ്ഞു മമ്മി മേടിച്ചുകൊണ്ട് പോയെന്ന്. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കാശ് കൈകാര്യം ചെയ്യത്തില്ല, കാശ് എൻ്റെ കൈ വെക്കത്തില്ല, ഭാര്യയെ കൊടുക്കും. ആവശ്യമുള്ളവർ മേടിച്ചിട്ട് പോയി ചിലവാക്കി വെച്ച് ബാക്കി തിരിച്ചു കൊടുക്കും. ഞാൻ ഇവളോട് ഒരു ദിവസം ചോദിച്ചു, മോളെ അന്ന് ഇത്ര ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു, അത് നീ മേടിച്ചെന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഉടനെ നീ പന്നിക്ക് ഞാൻ ടെലിഫോൺ ചെയ്തു. എൻ്റെ മോളാ എടുത്തത്. ആ കൽവറുടെ മോള് പറഞ്ഞത്, എടാ പട്ടി, നീ ഈ വീടിൻ്റെ പണിക്ക് കൂടെ വന്നാൽ നിന്നെ ഞാൻ ശരിയാകും, നിന്റെ കാല് മുട്ട് തന്നെ ഓടിക്കും. അപ്പം കേട്ടോണ്ടിരുന്ന ഈ നായർ മറ്റവൻ പറഞ്ഞത് അത് പഴയ കഥയുണ്ട്. അപ്പം ഞാൻ എന്താ പറയുന്നത്, നീ ജനിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണോ? പഴയ കഥ അല്ല, പറയത്തില്ല. ഇനിയും ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഇതൊക്കെ ലോക ജീവിതത്തിൽ നമ്മൾ
അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു മനുഷ്യനെ കാലിനേക്ക് വഞ്ചിച്ചിട്ടില്ല. ഈ തെണ്ടി ഇവൻ ജീവിച്ചത്, ഇവൻ ചെറ്റക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നത് എൻ്റെ കയ്യിലെ കാശ് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ പട്ടി പറയട്ടെ, ഈ വീഡിയോ അവൻ കാണുകയാണെങ്കിൽ അവൻ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് ബാക്കി ചരിത്രകൂടെ. മക്കളെ, ഈ ജീവിതം വളരെ ദുഷ്കരമാണ്. അതായത് നമ്മൾ നേരെ പോയാൽ പ്രയാസമാണ്. അത് പ്രയാസമില്ല, നമ്മൾ അനുഭവിക്കുക. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ദ്രോഹിക്കുന്നവർ അനുഭവിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പുത്തയ്യാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞു. പുത്തയ്യാപ്പള്ളി പുതിയ വികാരിയൊക്കെ വന്നു. ഇന്നാ എനിക്കൊരു ന്യൂസ് കിട്ടിയത്. അതായത് മക്കളെ, ഞാൻ പല വീഡിയോ ചെയ്യുന്നു പുത്തയ്യാപ്പള്ളിയെ കുറിച്ച്. അതായത് ഒരു ദേവാലയം സംരക്ഷിക്കേണ്ട കടമ അവിടെ വരുന്ന പുരോഹിതൻ ഏത് ജനവാസിയാണെങ്കിലും അവനും അവിടെ ഭരണമേൽക്കുന്ന ട്രസ്റ്റി, സെക്രട്ടറിയും കമ്മിറ്റികളുടെയും കടമയാണ്. നീ അതല്ലാതെ പിന്നെ എന്തോന്നിനാണ് ഇവിടെ വരുന്നത്? ഇങ്ങോട്ട് തോവക്കോട്ടി വീശി ഒരുത്തം മരിച്ച 3 പ്രാർത്ഥന എന്ന് വന്ന് ഇനി ഞാൻ എൻ്റെ അടുത്ത വികാരി വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും ഞാൻ കണ്ട കാര്യം വീഡിയോ ചെയ്യും. ഒരു ദേവാലയം സംരക്ഷിക്കേണ്ട കടമ അവിടെ വരുന്ന പുരോഹിതൻ്റെയും ഭരണമേൽക്കുന്ന ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ കടമയാണ്. നീയൊക്കെ പിന്നെ നിന്റെ വീട്ടുകാർ നോക്കാനാണ് അവിടെ വന്നത്. ഇനി ഞാൻ അറിഞ്ഞു എന്നെ വികാരി സഹായിക്കാതിരിക്കുകയാണ്. എത്രയോ നല്ല കാര്യം, എന്ത് കാര്യം പറഞ്ഞ് നീ എന്നെ സഹായിക്കുമെടാ പട്ടി. ഫാദർ അമയിൽ നീ എന്നെ എന്ത് പറഞ്ഞ് സഹായിക്കും? പറഞ്ഞു തരാം. നീ എന്തെങ്കിലും ആ കാര്യമുണ്ടെങ്കിൽ എഴുതി എനിക്ക് താ. ഞാൻ ഇന്ന തെറ്റ് പള്ളി ചെയ്തു. പള്ളി ആരുടെയും സ്വന്തം വകയല്ല, സർവജനങ്ങൾക്കുള്ള പ്രാർത്ഥനാലയമാണ്. അവിടെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. നീയോ നിന്റെ അപ്പനോ കണ്ട സ്വത്തല്ല. നീ കാതോലിക്കാരെ മറ്റേ താങ്ങി നടക്കുന്നെങ്കിൽ അവിടെ ഇരുന്നാ മതി. ഫാദറാമയിൽ നിനക്ക് ചോദ്യമുണ്ടെങ്കിൽ എനിക്കൊരു ലെറ്റർ താ. നീ വാക്കാ പറഞ്ഞ ഒക്കത്തില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. തെറ്റ് ഞാൻ പള്ളി തെറ്റ് ചെയ്ത് നിനക്ക് പറയാനൊക്കത്തില്ല. അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ ലൈവിട്ടു. അത് തെറ്റാണെങ്കിൽ നീ പറ, ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയൊക്കെ ഞാൻ വഴിക്കൊണ്ടുവരും. എൻ്റെ ആലയം സർവജനങ്ങൾക്കുള്ള പ്രാർത്ഥനാലയമാണ്, അല്ലാതെ ഒരു പുരോഹിതൻ്റെയും വീട്ടുവകയല്ല, അല്ലെ ട്രസ്റ്റിയുടെ വീട്ടുവകയല്ല. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദേവാലയത്തിലും പ്രാർത്ഥിക്കും. അവിടെ എന്തെങ്കിലും വേണ്ടാത്ത കാണുകയാണെങ്കിൽ ഞാൻ അത് വീഡിയോ ചെയ്യും. നീയല്ല, നിന്റെ വീട്ടുകാരല്ല, കാതോലിക്ക പറഞ്ഞാലും എന്നെ ഒരു പുണ്യം ചെയ്യാനില്ല.